ഓക്കെ. ടൈം സ്റ്റാർട്ട് ചെയ്യാവേ. 2 minutes അതിൻ്റെ അകത്ത് ആൻസർ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ. ഞാൻ കൊടുത്തു. Okay. So what do you think is the answer for this? In the fifth paragraph, what is writer's reservation about the Philadelphia program? The size of the financial incentives offered on Size of the financial incentives offered. Okay. Option number B. That is not right. Okay, I'll tell you why. ഇവിടുത്തെ ചോദ്യം ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റൈറ്റേഴ്സ് റിസർവേഷൻ. സോറി, റിസർവേഷൻ മീൻസ് വാട്ട് ഈസ് ദ റൈറ്റർ തിങ്കിങ്. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റൈറ്റർ ബിലീവിങ്. റൈറ്ററിൻ്റെ വിശ്വാസം, അതിനെയാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്നത്. റൈറ്റർ ഇതിനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്. വാട്ട് ഈസ് റൈറ്റേഴ്സ് റിസർവേഷൻ അബൌട്ട് ദ ഫിലഡൽഫിയ പ്രോഗ്രാം. ഈ പറഞ്ഞ ഫിലഡൽഫിയ പ്രോഗ്രാമിനെ കുറിച്ച് റൈറ്റർ എന്ത് ചിന്തിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ റൈറ്ററിൻ്റെ റിസർവേഷൻ എന്നാണെന്ന്, റൈറ്ററിൻ്റെ ബിലീഫ് എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുവാണെങ്കിൽ, ബട്ട് ടു റിട്ടേൺ ടു ദ പ്രോഗ്രാം ഇൻ ഫിലഡൽഫിയ, മൈ ഫേം ബിലീഫ് ഇസ് ദാറ്റ്. അവിടെ തൊട്ട് അവൻ്റെ വിശ്വാസം പറയുക. ഓക്കെ, if patients don't have strong enough incentives to take their medications so that they can live longer, healthier lives, then the long term benefits of providing financial incentives are likely to be minimal. So you have to think about this particular this particular word. അതായത് then the long-term benefits of providing a financial incentives are likely to be minimal. അതാണ് അതിൻ്റെ റിസൾട്ട്. അവർ പറയുന്നത് ഇങ്ങനത്തെ, ഇയാളുടെ വിശ്വാസം ഇതാ അല്ലേ. അതായത് എൻ്റെ ഇപ്പം ഇൻസെൻറ്റീവ്സ് സ്ട്രോങ് അല്ലെങ്കിൽ അതിൻ്റെ ലോങ് ടേം ബെനിഫിറ്റ്സ് ഓഫ് പ്രൊവൈഡിങ്, ഈ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറഞ്ഞു വരുമെന്ന്, അല്ലെ മിനിമൽ ആവുമെന്ന്, കുറഞ്ഞു വരുമെന്ന്. അപ്പം അതാണ് അവർ പറയുന്നത് അല്ലേ. എന്നിട്ട് അതുണ്ട്, അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറ്റ് ദി ഔട്ട്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്, ദ റിവാർഡ്സ് മേ ബി സബ്സ്റ്റാൻഷ്യൽ ഇനഫ് ടു എലിസിറ്റ് എ റെസ്പോൺസ്. തുടക്കത്തിൽ ചിലപ്പോൾ ഒരു റിവാർഡ്സ് ഒക്കെ സബ്സ്റ്റാൻഷ്യൽ ആണെന്ന് തോന്നും. ബട്ട് വൺ ഐസൊലേറ്റഡ് സിസ്റ്റം ഓർ പേഷ്യൻ്റ് സ്റ്റഡി ഈസ് നോട്ട് ആൻ അക്യുറേറ്റ് ഡിപ്പിക്ഷൻ ഓഫ് ദ റിയൽ ലൈഫ് സെനാരിയോ. പേഷ്യൻസ് വിൽ ഹാവ് ടു ടേക്ക് ദീസ് മെഡിക്കേഷൻസ് ഫോർ ഡെക്കേഡ്സ്. പതിറ്റാണ്ടുകളോളം ഈ മരുന്ന് കഴിക്കാനുള്ള. അപ്പോൾ ഒരു സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം പേഷ്യൻ്റ് സ്റ്റഡി ഒരു അക്യുറേറ്റ് ഡിപ്പിക്ഷൻ ആണോ എന്നില്ല. തുടക്കത്തിൽ
റിവാർഡ്സ് ഒക്കെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് തോന്നും, പക്ഷേ ലോങ് ടേം ബെനിഫിറ്റ്സ് ഓഫ് പ്രൊവൈഡിങ് ദാറ്റ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ likely to be minimal, small. That is what the writer believes about this Philadelphia program. പറഞ്ഞു മനസ്സിലായോ? Right? So which option do you think is the right one? The long Hmm? term. The long term feasibility of the central idea. Feasibility means അത് feasible ആണോ, നടക്കുമോ ഇല്ലയോ, ദാറ്റ് ഇസ് വാട്ട് യു കോൾ, ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ഫീസിബിലിറ്റി. സോ അപ്പോൾ ലോങ് ടേമിൽ ഈ സെൻട്രൽ ഐഡിയക്ക് ഫീസിബിലിറ്റി ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അതിനെക്കുറിച്ചാണ് അല്ലേ, അതാണ് ഇവൻ്റെ ബിലീഫ്. Did you understand that? മനസ്സിലായോ? Okay, we'll move to the next one. Okay. What objection to the program does the writer makes in the sixth paragraph? So you have to particularly look for, is there any kind of objection that they are trying to mention? Okay. Time start here. What do you think? It will place heavy demand on doctors. Option number B, it will place heavy demands on doctors. That means doctors will have ഡിമാൻഡ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മേളിൽ ബേർഡൻ കൂടുമെന്നല്ലേ, അതാണ് പറയുന്നത്. അതായത് ഒബ്ജക്ഷൻ ഇവർ പറയുന്നത്, അതായത് എന്താ ഇതിനൊരു തടസ്സം, ഒബ്ജക്ഷൻ. ഓക്കെ, ഓൾദോ എ സിമ്പിൾ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് പ്രോഗ്രാം ഹാസ് ഇറ്റ്സ് അപ്പീൽ, ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ് അബൗണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, അതായത് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഇൻസെൻറ്റീവ് പ്രോഗ്രാമിന് ഒരു അപ്പീൽ ഉണ്ടെങ്കിൽ പോലും, അപ്പീൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു അത് അട്രാക്റ്റീവ്നെസ് ഉണ്ടെങ്കിൽ പോലും അതിനൊരു കോംപ്ലിക്കേഷനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വാട്ട്സ് വേഴ്സ്, അതിനെക്കാട്ടും മോശം എന്നാന്ന്, ഇറ്റ് സീംസ് ടു ബി saying to the society, as physicians we will tell our patients that not only do we work to care for them, but we'll now pay them to take better care of themselves. അപ്പം അതൊരു മെസ്സേജാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ, ഇറ്റ് വിൽ ബി ഗിവിങ് ഔട്ട് എ മെസ്സേജ് ദാറ്റ് ടു ദ പേഷ്യൻസ് ദാറ്റ് as doctors we are not just working to help them maintain a good health, but also we are going to pay them to maintain a good health. And by the way, for all you medication compliant patients, അതായത് മര്യാദയ്ക്ക് കഴിക്കുന്നവർക്കാണല്ലോ, you can have the inherent reward of longer healthier life, but we don't Yes, but
but we are not going to bother sending you money. This seems like some sort of implied punishment. അപ്പം അവർ പറയും മര്യാദയ്ക്ക് കഴിക്കുന്നവർക്ക് തന്നെ ആയിരിക്കും, അതായത് നിങ്ങൾക്ക് ഹെൽത്തൊക്കെ കാണും പക്ഷെ കാശ് തരത്തില്ല. ഓക്കെ, ഇതൊരു പണിഷ്മെന്റ് പോലെ ഇരിക്കും അത് അവർക്ക്. അപ്പം സോ കഴിക്കുന്നവർക്കും അത് റോങ് മെസ്സേജാ, കഴിക്കാത്തവർക്കും റോങ് മെസ്സേജാന്നാ പറയുന്നത്, അല്ലേ? You following? So answer should be it sends a wrong message to patients. Did you understand this? Okay, no problem, no problem. മനസ്സിലായി. തുടക്കം ഒന്നും പേടിക്കാനില്ല. അത് നമ്മൾ എന്നാന്നറിയോ, ഇനീഷ്യലി നമ്മളിങ്ങനെ വായിച്ച് തുടങ്ങുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് പേഷ്യൻസും പിന്നെ ഇത് ഇംഗ്ലീഷ് അങ്ങനെ നമ്മൾ സ്ഥിരം വായിക്കുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഡിഫിക്കൽട്ടി നാച്ചുറലി തോന്നാം. ഓക്കെ, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒരു പേഷ്യൻസ് പോലെ ഇരിക്കും. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവല് നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു 10-15 ചെയ്ത് കഴിയുമ്പോൾ തന്നെ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് your way of reading will change, the way you understand a particular question will change. So huge benefits. So അപ്പം it's all you have to do is to make sure that you patiently try to read what is written. Okay, good. So don't worry, initially ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ചെയ്യുന്തോറും നന്നായിക്കോളും. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓൺ ദ ഇതല്ല, ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തോ, 2 minutes. ഗ്രാൻഡ് മദറിൻ്റെ കാര്യം പറയുന്നുണ്ട് എന്തിനാന്ന്. ഇവിടെ ഒരു ഗ്രാൻഡ് മദറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറഞ്ഞിരിക്കുന്നത്? എന്നാ അവിടെ ഗ്രാൻഡ് മദറിൻ്റെ കേസ് സംഭവിച്ചതെന്ന് പറയാമോ? ഗ്രാൻഡ് മദർ മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ കറക്റ്റ് ആയിട്ട്. ആ എടുക്കുന്നുണ്ടായിരുന്നോ? She had അല്ല, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിൻ്റെ ഹാഫ് എടുക്കുന്നുണ്ടെന്ന് അവിടെ എഴുതിയേക്കുന്നത്. ഇതുണ്ടോ? ഷീ routinely sliced all the cholesterol and heart pills her doctor prescribed in half, taking only half the dose. അപ്പം എങ്ങനെയാ? അപ്പം പകുതിയെ കഴിക്കുന്നുള്ളായിരുന്നു. പിന്നെ എന്നാ പറ്റി പകുതി കഴിക്കുന്നുണ്ട്? if I question this, she She would wave me off with,
അതായത് ഈ പറഞ്ഞ എന്തിനാ What do പകുതി കഴിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇഫ് ഐ ക്വസ്റ്റ്യൻ ദിസ് ഷീ വുഡ് വേവ് മീ ഓഫ് വിത്ത്, അതായത് പുള്ളിക്കാരത്തി ഇത് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കും. വാട്ട് ഡു ദീസ് ഡോക്ടേഴ്സ് നോ എനിവേ, ഡോക്ടർക്കൊക്കെ എന്തറിയാം. ഓക്കെ. സാഡ്ലി ഷീ ഡൈഡ് സഡൻലി ഏജ്ഡ് 87, 87 പുള്ളിക്കാരത്തി ദുഃഖകരമായ രീതിയിൽ മരിച്ചുപോയി. ബട്ട് മോസ്റ്റ് ലൈക്ലി ഓഫ് എ മാസീവ് ഹാർട്ട് അറ്റാക്ക്, ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പുള്ളിക്കാരത്തി 87 വയസ്സിൽ മരിച്ചുപോയി. എന്നിട്ട് പറയുന്നത് ഹാഡ് ഷീ ടേക്കൺ ഹെർ മെഡിക്കേഷൻസ് ആറ്റ് ദി അപ്രോപ്രിയേറ്റ് ഡോസസ് ഷീ മൈറ്റ് ഹാവ് സർവൈവ്ഡ് ഇറ്റ്. അപ്പം പറയുന്നത് ഇത് മര്യാദയ്ക്ക് മരുന്ന് കഴിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെന്ന്. ബട്ട് ദെൻ മേ ബി ഷീ വുഡ് ഹാവ് ഡൈഡ് എ മോർ പെയിൻഫുൾ ഡെത്ത് ഫ്രം സം അതർ എയിൽമെൻറ്റ്സ്. പക്ഷേ അത് സർവൈവ് ചെയ്തേനെ, പക്ഷേ പുള്ളിക്കാരത്തി വേറെ എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും എയിൽമെൻറ്റ് എന്ന് പറഞ്ഞ രോഗം, എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട്, അപ്പം ഡൈഡ് മോർ പെയിൻഫുൾ ഡെത്ത് ഫ്രം, കാരണം 87 വയസ്സിൽ വേറെ എന്തെങ്കിലും ഒരു വേദനാജനകമായ ഒരു മരണം സംഭവിച്ചതിനെന്ന് പറയുന്നത്. ഹെർ ബിഗ്ഗസ്റ്റ് ഫിയർ ഹാഡ് ഓൾവേസ് ബീൻ എൻഡിങ് അപ്പ് ഡിപ്പെൻഡൻറ്റ് ഇൻ എ നഴ്സിംഗ് ഹോം ആൻഡ് ബൈ ലക്ക് ഓർ ഡിസൈൻ ഷി വാസ് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ്. പെർഹാപ്സ് ദർ വാസ് സം വിസ്ഡം ഇൻ ഹർ നോൺ കംപ്ലയൻസ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയ പേടി എന്നായിരുന്നു, അതായത് എവിടെയെങ്കിലും നേഴ്സിംഗ് ഹോമിൽ കിടന്ന് എൻഡിങ് അപ്പ് ഡിപ്പെൻഡൻറ്റ് ഇൻ എ നേഴ്സിംഗ് ഹോം. അപ്പോൾ ഒരു നേഴ്സിംഗ് ഹോമിൽ ആൾക്കാരെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു പേടിയായിരുന്നു പുള്ളിക്കാരത്തേക്ക്. ആൻഡ് ബൈ ലക്ക് ഓർ ഡിസൈൻ, അത് ലക്കാണോ ഡിസൈൻ ആണോ എന്ന് അറിയത്തില്ല, ഷീ വാസ് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ്. കാരണം 87 വയസ്സിലൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന് പുള്ളിക്കാരത്തി മരിച്ചുപോയി. എന്നിട്ട് പറയുന്നത് പെർഹാപ്സ് ദർ വാസ് സം വിസ്ഡം ഇൻ ഹർ നോൺ കംപ്ലയൻസ്, പുള്ളിക്കാരത്തിയുടെ നോൺ കംപ്ലയൻസിൽ എന്തോ ഒരു വിവേകം ഉണ്ടായിരുന്നെന്ന്. വിസ്ഡം, അതായത് പുള്ളിക്കാരത്തി നോൺ കംപ്ലയൻ്റ് ആയിരുന്നെങ്കിൽ പോലും പുള്ളിക്കാരത്തിക്ക് അത് നല്ലതായിട്ട് വന്നെന്ന്, അല്ലേ? അതായത് പുള്ളിക്കാരത്തി ശരിക്കും മരുന്ന് പകുതി ഇത് പുള്ളിക്കാരത്തിയുടെ ഈ കൊളസ്ട്രോളിൻ്റെയും ഹാർട്ടിൻ്റെയും മരുന്നുകളൊക്കെ പുള്ളിക്കാരത്തി പകുതി ഡോസായിട്ട് കഴിക്കാൻ തുടങ്ങി. ഓക്കെ. എന്നിട്ട് ഇതെന്താ ഇങ്ങനെ പകുതി കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ഡോക്ടർമാർക്കൊക്കെ എന്തറിയാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഇങ്ങനെ ഒഴിവാക്കുമായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരത്തി 87 വയസ്സായപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. എന്നിട്ട് പറയുന്നു ഇത് മരുന്ന് കഴിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് രക്ഷപ്പെട്ടേനെ. പക്ഷേ രക്ഷപ്പെട്ടിരുന്നെങ്കിലും എന്നാ പറ്റിയേനെ, വേറെ എന്തെങ്കിലും ഒരു പെയിൻഫുൾ ഡെത്ത് പുള്ളിക്കാരത്തിക്ക് വന്നേനെ, കാരണം 87 വയസ്സും ഒക്കെ. എന്നിട്ട് പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയ പേടി ഇതായിരുന്നു, അതായത് എവിടെയെങ്കിലും നഴ്സിംഗ് ഹോമിൽ പോയി ആരെങ്കിലും ഒക്കെ ആശ്രയിച്ച് കഴിയുക എന്ന് പറയുന്നത് പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയ ഹെർ ബിഗ്ഗസ്റ്റ് ഫിയർ ഹാഡ് ഓൾവേസ് ബീൻ എന്ന് പറയുന്നത്. എപ്പോഴും പുള്ളിക്കാരത്തിക്ക് ഇതൊരു ഏറ്റവും വലിയൊരു പേടിയായിരുന്നു. എന്നിട്ട് ആ പേടി ഡിസൈനാണോ ലക്കാണോ അബദ്ധത്തിലാണോ ആ ഒരു സംഭവമൊക്കെ ഈ ഗ്രാൻഡ് മദറിന് അവോയ്ഡ് ചെയ്യാൻ പറ്റി. എന്നിട്ട് പറഞ്ഞു പെർഹാപ്സ് ദർ വാസ് സം വിസ്ഡം ഇൻ നോൺ കംപ്ലയൻസ്, പുള്ളിക്കാരത്തിയുടെ നോൺ കംപ്ലയൻസിൽ എന്തോ ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നെന്ന്. പെർഹാപ്സ്, ഒരു പക്ഷേ. അപ്പോൾ ഏതാ? ഫസ്റ്റ് വന്ന അൾട്ടിമേറ്റ്ലി ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ഹർ നോൺ കംപ്ലയൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്ന പാരഗ്രാഫ് വായിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒന്നും പേടിക്കണ്ട. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇച്ചിരി പേഷ്യൻസ്, അതല്ല നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത്. അണ്ടർസ്റ്റുഡ്. സോ ദാറ്റ് ഈസ് വൈ വി ആർ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം ചോദിക്കുമല്ലോ. ഐ ആം ഓൾസോ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ അതാണ്. ഇത് ഇപ്പം ഞാൻ വായിക്കുമ്പം യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് certain factors. അത് തന്നെ കേട്ടോ. എനിവേ, നോ പ്രോബ്ലം. ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ? This is part B, comparatively easy. Okay, start.
Hmm. In what situation can a nursing staff remove a dressing? They believe that the wound has healed. If they believe that the wound has healed, അതായത് wound, no, not the right answer. Where are they talking about? Being able removing the dressing, അതായത് ഇനീഷ്യൽ ഡ്രസ്സിങ്സ് റിമൂവ് ചെയ്യുന്ന കാര്യം എവിടെ പറയുന്നത്? കണ്ടേ, ഇറ്റ് ഈസ് The situations include when the ഇറ്റ് dressing is ഈസ് അക്സെപ്റ്റബിൾ തൊട്ടുണ്ടോ? ഇവിടെ തൊട്ടൊന്ന് വായിച്ചു എനിക്ക്. the initial dressing to be removed prematurely in Prematurely order to in order to have, hmm, either wound reviewed. when you want the wound to be reviewed, okay, wound എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി, okay, and in certain situations apply a new dressing. Okay, these are the two um, acceptable reason for initial dressings to be removed. Okay, one is to one is for the wound to be reviewed, the other one is in certain situations where they have to apply a new dressing. Okay, now they are explaining what are these situations. Okay, certain situations എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? These situations include when the dressing is no longer serving its purpose. അതായത് ഡ്രസ്സിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഡ്രസ്സിങ് ചെയ്യുന്നത്? ആ ഡ്രസ്സിങ് അത് ഇറ്റ്സ് നോട്ട് സെർവിങ് ഇറ്റ്സ് പർപ്പസ്. ഓക്കെ, ദാറ്റ് ഈസ് ഐദർ ദ ഡ്രസ്സിങ് ഈസ് ഫോളിങ് ഓഫ് or excessive exudate soaking through the dressing and resulting in a suboptimal wound healing environment. That means, because of the soaking, the healing environment of the wound is not optimal. Optimal means not good. Okay, or when the wound complication is suspected. So these are some of the situations where apply a new dressing is needed, and those are the certain situations that they are talking about. Now, can you look into the option and tell me which one do you think? ഏതാ? There is severe leakage from the wound. Simple. There is severe leakage from the wound. That is the right answer. That means when the dressing is falling off, excessive exudate soaking, that is directly relating to the severe leakage from the wound. Hmm. One more we'll do, and then the rest I will send you the question which you have to do and show me the answers. Okay. Good. So we'll start this one.
Hmm. There, the question is the position of the rum container will ideally do what? അതായത് rum container position will ideally normal രീതിയിൽ തന്നെ ചെയ്യും the position. What is the answer that you've got? Encourage the participation in the scheme. Very good. Encourage participation in the scheme. Yes, that is correct. And why? Because see, a returned unwanted medicine project approved container will be delivered by wholesaler to the participating pharmacy. The container is to be kept in a section. അത് പൊസിഷന്റെ കാര്യം പറയുന്നത് അല്ലേ? The container is to be kept in a section of the dispensary or in a room or enclosure in the pharmacy to which the public does not have access. So when you see this thing, automatically which option? Option number C is incorrect. Okay. Oh, got it. C is saying facilitate public access. No, that is not right. Okay, so the container may be placed in a visible position but out of reach of the public. So it should be in a visible position. People should be able to see it, but public should not be able to reach it out. തൊടാൻ പറ്റത്തില്ല. As this will reinforce the message that That, unwanted prescription drugs can be returned to the pharmacy that, and that the returned medicine will not be recycled. That is what the yes, project yes, is. yes. B പ്രോജക്റ്റ് അത് option. തന്നെയല്ലേ? റീസൈക്ലിംഗ് നടക്കത്തില്ലെന്ന്. സോ emphasize the value of recycling. റീസൈക്കിൾ ചെയ്യത്തില്ലെന്നല്ലേ പറയുന്നത്? മെഡിസിൻസ് വിൽ നോട്ട് ബി റീസൈക്കിൾഡ്. So automatically B is also right. B is also wrong. Okay, Oh, needles and other sharps and liquid psychotoxic products should not be placed in the container but in one specifically designed for such waste. Okay, so did you get this point? yes, yes. മനസ്സിലായോ? Hmm? Oh, Okay, I'll send you a couple of more questions, okay, which you have to do and send me the answer. We'll discuss it again tomorrow. Okay?